എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിന് കൂടെ ഇലക്ഷൻ നടന്ന മറ്റ് 4 സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു. തമിഴ്നാട്ടിലാണെങ്കിൽ വിജയ്ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, പക്ഷേ സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടി വിജയ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ കേരളത്തിലോട്ട് വരികയാണെങ്കിൽ ചരിത്രത്തിലെ, അതായത് കേരളം രൂപം കൊണ്ടതിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ലഭിക്കാത്ത അത്ര വലിയ മാൻഡേറ്റാണ് 102 സീറ്റുമായിട്ടാണ് UDF അധികാരത്തിലെത്തിയത്. അപ്പോൾ UDF അധികാരത്തിലെത്തിയതിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടുംപിടി തുടരുകയാണ്. ഇപ്പോഴും ഒരു തീരുമാനമായില്ല. ചെന്നിത്തലയാണോ, KC ആണോ, VD സതീശനാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ മുൻ KPCC അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയൊക്കെ കേരളത്തിലെ ആൾക്കാരെയൊക്കെ അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്, ഡൽഹിയിലോട്ട് വിളിച്ചിരിക്കുകയാണ് അവരുടെ തീരുമാനം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴിങ്ങനെ ഒരു ത്രിശങ്കൂലാണ്, ആരാണ് മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള. അപ്പോൾ ഇവിടെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട്, അതായത് സ്വാഭാവികമായിട്ടും VD സതീശനാണ് ഇലക്ഷൻ നയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാനുള്ള, പ്രതിപക്ഷ നേതാവാണ്, മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് എന്താ വേണ്ട ഒരു ക്ലെയിം ചെയ്യാനുള്ള ഒരു അധികാരം പുള്ളിക്കുണ്ട്. അതിന് തെറ്റു പറയാൻ പറ്റില്ല. രമേശ് ചെന്നിത്തലയുടെ കേസാണെങ്കിൽ, രമേശ് ചെന്നിത്തല ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, മുമ്പ് ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള ഒരാളാണ്, ദീർഘകാലം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതായത് നല്ല ചെറുപ്രായത്തിൽ തന്നെ NSCയുടെയൊക്കെ ദേശീയ തലത്തിലൊക്കെ വലിയ രീതിയിൽ അത്തരത്തിലുള്ള പൊസിഷൻ അലങ്കരിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനും നല്ല VD സതീശനോളം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപടി മുകളിൽ നിൽക്കാൻ, മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരാളാണ് ഈ നമ്മുടെ ചെന്നിത്തല. അപ്പോൾ പൊട്ടുന്നതിനെ ഈ ഇലക്ഷന് ശേഷം KC വേണുഗോപാലിൻ്റെ പേരും കൂടി വരുന്നു. അപ്പോൾ KC ഇതിനു മുന്നേ തന്നെ ഏകദേശം ഇലക്ഷൻ്റെ ഒരു 6 മാസം മുന്നേ തന്നെ ചരടുവരികൾ നടത്തിയിരുന്നു, അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ AICC ജനറൽ സെക്രട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി പോലും നിയന്ത്രിക്കാനും അവരെ ആരാണെന്ന് നിശ്ചയിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ഈ KC വേണുഗോപാൽ, AICC സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ. നേരം അതുമാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും കൂടിയാണ്. അപ്പോൾ ഈ ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അതായത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ആരാണ്? ഈ രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഈ KC വേണുഗോപാലും ചേർന്ന് തന്നെയാണ് ഹൈക്കമാൻഡ്. ആ ഹൈക്കമാൻഡിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയും, അതായത് ഈ 3 പേരിൽ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയും ഖാർഗെയും നിലകൊള്ളുന്നത്. അതായത് അവരുടെ ആവശ്യം KC ശക്തമായി മുന്നോട്ട് വെച്ചു, കേരള രാഷ്ട്രീയത്തിൽ വരണം, മുഖ്യമന്ത്രിയാകണം എന്നല്ലേ. അപ്പോൾ അതിന് രാഹുൽ ഗാന്ധി ഇവരൊക്കെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ചിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 90-95% KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകും. മറ്റുള്ള കാര്യം ചിലപ്പോൾ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ഒരു നല്ല കൊള്ളാവുന്നൊരു വകുപ്പ് കൊടുത്ത് ചെന്നിത്തലയെ സമാധാനിപ്പിക്കും. VD സതീശൻ്റെ കാര്യമാണ് കട്ടപ്പുറത്താകുന്നത്. അത് കോൺഗ്രസ് പാർട്ടിക്കോ KC വേണുഗോപാലിനെ നോക്കേണ്ട ആവശ്യമില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി ആയിരിക്കും, ദേശീയ രാഷ്ട്രീയത്തിൽ നല്ല സ്വാധീനമുള്ള ഒരാൾ എന്തിനായിരിക്കാം കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇത്രയധികം വാശി പിടിക്കുന്നത്? അതിന് പിന്നിൽ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇത്തവണ UDFന് കിട്ടിയത് അത് ചരിത്രത്തിൽ ഒരു പാർട്ടിക്കും കിട്ടാത്ത അത്ര ഭൂരിപക്ഷമാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 102 സീറ്റ് UDFനുണ്ട്, അതിൽ 63 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. ഇപ്പോൾ ഒന്ന് നോക്കിയേ, 63 നോക്കിയാൽ ഏകദേശം 8 സീറ്റ് മാത്രമേ ഭരിക്കാനുള്ള, കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ആ ഒരു മാൻഡേറ്റ് വേണമെങ്കിൽ 8 സീറ്റ് മാത്രമേ കുറവുള്ളൂ. അവിടെ തന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 7 സീറ്റുണ്ട്. പിന്നെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ആലപ്പുഴ, ഇവിടേക്ക് സ്വതന്ത്രന്മാരല്ല. പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പ് ഗോവിന്ദൻ, TK ഗോവിന്ദൻ, ആലപ്പുഴ സുധാകരൻ, ഇത്തരത്തിൽ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും 63, 66, പിന്നെ കുറച്ച് 5 പേരുടെ ഇത് പിന്തുണ മാത്രം മതി. അപ്പോൾ അതങ്ങനെ നോക്കണ RSP ഉണ്ട്, പ്രേമേന്ദ്രൻ്റെ RSP ഉണ്ട്. പിന്നെ എന്താ പറയേണ്ടത്, ആരെങ്കിലും വിചാരിച്ച് ഒപ്പിക്കാൻ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി ആകെ അപ്രസക്തമാകുകയാണ്. അതായത് ഈ ഭരണകൂടത്തിൽ, ഈ UDF മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് ബാർഗെയിനിങ് പവറില്ല. അത് തന്നെയാണ് KCയെ ഇവിടെ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി അത്തരത്തിൽ ചിന്തിപ്പിക്കുന്നത്. അതായത് KCക്ക് വലിയ ആഗ്രഹം തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാണക്കാട്ട് പോയിട്ട് കുനിഞ്ഞ് നിൽക്കണ്ട, അതായത് സ്വന്തം ഇഷ്ടപ്രകാരം കോൺഗ്രസ്സിന് മുസ്ലിം ലീഗിൻ്റെ മുന്നിൽ കുനിഞ്ഞ് നിൽക്കാതെ വേണമെങ്കിൽ ഈ അടുത്ത വരാൻ പോകുന്ന 5 വർഷം നന്നായിട്ട് ഭരിക്കാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കോൺഗ്രസ്സിന് ഒത്തുവന്നിരിക്കുന്നത്. ആ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, അത്തരത്തിലുള്ളൊരു സവിശേഷ സാഹചര്യം തന്നെയാണ് KC വേണുഗോപാലിനെ ഇവിടെ മുഖ്യമന്ത്രിയാകാൻ ഇങ്ങനെ വാശി പിടിക്കുന്നത്. അതായത് ആ ലീഗിൻ്റെ ശല്യമില്ല, അതായത് നല്ലൊരു അവസരം മുന്നിൽ വന്നിരിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ, ഇനി കേരള രാഷ്ട്രീയത്തിൽ തന്നെ തൻ്റെ പേര് തങ്കലിപികളിൽ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് KCക്കുള്ളത്. അത് നല്ല രീതിയിൽ ഭരിച്ചു കഴിഞ്ഞാൽ, അതായത് ഇവിടുത്തെ എല്ലാ സമൂഹത്തെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇവർ ഈ ലീഗിൻ്റെ ആയാലും അവരുടെ വർഗീയ നിലപാടിനോട് സന്ധി ചെയ്യേണ്ട ആവശ്യം കോൺഗ്രസിന് ഉണ്ടാകില്ല. ആ സവിശേഷ സാഹചര്യം ടാപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വാശി പിടിക്കുന്നത്. അപ്പോൾ ഇവിടെ പെട്ടിരിക്കുന്ന ആരാണെന്ന് പറയുമോ? പെട്ടിരിക്കുന്ന മുസ്ലിം ലീഗ് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പം KC വേണുഗോപാൽ മന്ത്രിയായി കഴിഞ്ഞാൽ ലീഗിന് ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. അതായത് കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കടിഞ്ഞാൻ ലീഗിൻ്റെ കയ്യിലായിരിക്കില്ല, നേരെ മറിച്ച് ലീഗിൻ്റെ കടിഞ്ഞാൻ ഈ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കയ്യിലായിരിക്കും KC മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ. അതിനു വേണ്ടിയിട്ടാണ് ലീഗ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. KC മുഖ്യമന്ത്രി ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ മുന്നണി വിടും എന്നുള്ള അടക്കം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. നേരെ മറിച്ച് ഇവിടെ
കോൺഗ്രസിന് ഇത്രയധികം സീറ്റില്ല, യു ഡി എഫിന് ഇത്രയധികം സീറ്റില്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ നമ്മുടെ വി ഡി സതീശനോ മുഖ്യമന്ത്രിയാകും. അത്രയും സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അത്ര ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കെ സി ഇത്ര വാശി പിടിക്കില്ല. AICC സെക്രട്ടറി ആയിട്ട് രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം അത്രയും വലിയ മാൻഡേറ്റ് കൊടുത്തു, കോൺഗ്രസിനെ ഒറ്റയ്ക്ക് ഭരിക്കാം. ആ സാഹചര്യത്തിൽ തന്നെയാണ് കെ സി കണ്ണു നട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കെ സി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അതായത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ തീരുമാനിക്കാൻ മുസ്ലിം ലീഗ് വളർന്നിട്ടില്ല, അതായത് നിങ്ങൾ നിങ്ങളുടെ ആഭ്യന്തര കാര്യം നോക്കിയാൽ മതി എന്ന് മുഖത്തടിച്ച് പറഞ്ഞത് ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, കെ സി വേണുഗോപാൽ തന്നെയായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ വലിയ രീതിയിൽ ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോ, കെ സി വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാണല്ലോ എന്താണ് ഗുണം എന്നറിയോ? അതായത് നരേന്ദ്രമോദി സർക്കാരായിട്ട് നല്ല ടേംസിലായിരിക്കും പോവുക. ഇപ്പോൾ മുമ്പ് പിണറായി വിജയൻ ഉണ്ടായതിനേക്കാളും നല്ല രീതിയിലുള്ള ബന്ധമായിരിക്കും കെ സി വേണുഗോപാലുമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ. ഇനി എന്തെങ്കിലും പ്രശ്നം ഭാവിയിലെ സവിശേഷ സാഹചര്യങ്ങൾ മാറിമറിയുകയാണെങ്കിൽ ഈ കെ സി വേണുഗോപാലിൻ്റെ കൂടെ MLA-മാർ ഇതടക്കം BJP-യുടെ കൂടെ പോകാനും സാധ്യതയുണ്ട്. അത്തരത്തിൽ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തിനായാലും നല്ല ഒരു അവസരമാണ് കെ സി വേണുഗോപാൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കടുംപിടുത്തെന്ന് വെച്ചാൽ അന്യായ കടുംപിടുത്തം, എന്നെ ആക്കിയേ പറ്റൂ എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്തും ഖാർഗെയുടെ അടുത്തും കെ സി വേണുഗോപാൽ സംസാരിച്ചത്. എന്തിനായാലും നമ്മുടെ മറ്റ് ഇതുവരെ കോൺഗ്രസിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ എടുത്ത് നോക്കുക, മറ്റേ രാജസ്ഥാൻ, ഹരിയാന, പിന്നെ കർണാടക, ഇതൊക്കെ എടുത്ത് മധ്യപ്രദേശ്, ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഇഷ്ടക്കാരൻ മാത്രമാണ് മുഖ്യമന്ത്രിയാക്കിയത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കെ സി തന്നെയായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി. ഇവിടെ ലീഗിൻ്റെ ബാർഗൈനിങ് പവർ ആകെ കാറ്റുപോയ ബലൂണിൻ്റെ അവസ്ഥയായി ഇപ്പം മറ്റേ ലീഗിൻ്റെ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇനി നേരെ മറിച്ച് ഈ മന്ത്രിസഭയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 മന്ത്രിമാരെ മാത്രമേ തരൂ എന്ന് പറഞ്ഞാൽ പോലും ഇവർക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഏത് വകുപ്പ് കൊടുക്കുന്നത് അത് എടുത്തിട്ട് മിണ്ടാതെ വാലും ചുരുട്ടി മൂലക്ക് ഇരുന്നാൽ മതി എന്ന് കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ അനുസരിച്ചേ പറ്റൂ അവർക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗിൻ്റെ 22 MLA-മാർ പുറത്തു പോയി കഴിഞ്ഞിട്ടും അവിടെ CPM-ൻ്റെ കൂടെ കൂടി കഴിഞ്ഞാൽ പോലും ഒരു സർക്കാർ ഉണ്ടാക്കാൻ പറ്റില്ല. അത് അത്ര ഭൂരിപക്ഷം ഇല്ല. പ്രതിപക്ഷ പാർട്ടികൾ മറ്റുള്ള പാർട്ടികളെ ചേർന്നാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പെട്ടിരിക്കുകയാണ്, അക്ഷരാർത്ഥത്തിൽ ലീഗ് പെട്ടിരിക്കുകയാണ്. ലീഗിൻ്റെ അതായത് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ച പല സ്ഥാനാർത്ഥികളും ഇവിടെ ജയിച്ചു വന്നിട്ടുണ്ട്. മതമാണ് പ്രശ്നം, മതം തന്നെയാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് KM ഷാജിയൊക്കെ ഡയലോഗ് അടിക്കേണ്ട. KM ഷാജിക്ക് മന്ത്രിയാവാൻ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം മുസ്ലിങ്ങൾക്ക് കിട്ടാത്ത ആനുകൂല്യങ്ങളൊക്കെ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് KM ഷാജിയും ലീഗൊക്കെ. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ സ്വാഹ ആയി എന്ന് വേണമെങ്കിൽ പറയാൻ. അപ്പോൾ കെ സി വേണുഗോപാൽ തന്നെ കേരളത്തിന് മുഖ്യമന്ത്രിയാകണം. എന്നാൽ മാത്രമേ ഈ ലീഗിൻ്റെ ആ ഒരു അപ്രമാദിത്വം ഇല്ലാതാകൂ. അതായത് ലീഗിന് ഒരു വോയിസ് ഇല്ലാതാവണമെങ്കിൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം. അപ്പോൾ ആ ഒരു അവസരത്തിന് വേണ്ടി തന്നെയാണ് കെ സി വേണുഗോപാൽ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലീഗിൻ്റെ മുഖത്തടിച്ച് കാര്യങ്ങൾ പറഞ്ഞത് കെ സി. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം കെ സി വേണുഗോപാൽ കേരള മുഖ്യമന്ത്രി ആവട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.